ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ദർ ഇസ് എ ലൈറ്റിങ്ങിന്റെ ഒരു കുറവുണ്ടല്ലോ. മിസ്റ്റേക്ക്. Now it looks much better. Thank you so much once again. ഇന്ന് നമ്മളുടെ സൺഡേ ആണ്. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സ്പെഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഓരോ സൺഡേസും പല രീതിയിലായിരിക്കും അല്ലേ? പല രീതിയിലുള്ള ഫങ്ഷൻസോ പല സംഗതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോ നമ്മളുടെ ദിവസത്തിൽ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അത് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പലപ്പോഴും പല ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയത് എന്ത് പറയാം? ഒരുപാട് പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് പറയാനെന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കേണ്ട ചില പുസ്തകങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, വളരെ സ്പെഷ്യലായിട്ട് വായിക്കേണ്ട ചില പുസ്തകങ്ങൾ, നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള വായിക്കേണ്ട പുസ്തകങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതില് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തായാലും വായിക്കേണ്ട ചില പുസ്തകങ്ങൾ, അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പല ടൈപ്സ് ഓഫ് ബുക്കുകൾ നമുക്ക് വായിക്കാം. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ ബുക്ക് വായനയുമായി ബന്ധപ്പെട്ട് വല്ലതും വായിക്കാറുണ്ടെങ്കിൽ നോവലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളോ സംഗതികളോ വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിലേറെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വേണ്ട അറിവുകൾ എന്താണോ അത് മാത്രം കണ്ടെത്തിയിട്ട് നമ്മൾ വായിക്കുന്നത്. നമുക്ക് വേണ്ട അറിവുകൾ എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ട അറിവുകൾ? എന്താ? നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ റിസൾട്ട് നൽകാൻ സാധ്യതയുള്ള അറിവ്. നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ആവശ്യം നമ്മൾ വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞ് മലയാളത്തിൽ അവൈലബിൾ ആണ്. ഈ ബുക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് വായിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. എന്താണ് മനസ്സിന്റെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയും. അതേപോലെ വായിക്കേണ്ട മറ്റൊരു ബുക്കാണ് ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. റോബർട്ട് കിയോസാക്കി എഴുതിയിട്ടുള്ള ബുക്കാണ്. സാമ്പത്തിക അച്ചടക്കത്തിന് സഹായിക്കുന്ന ബുക്കാണ്. ആദ്യം പറഞ്ഞ ബുക്ക് മനസ്സിന്റെ അപാരമായ സാധ്യതകളെ കുറിച്ച് പറയുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ ശരിക്കും എന്താ പറയുക വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ബുക്കാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതുപോലെ തന്നെയാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞതുപോലെ തന്നെയാണ് അടുത്തത് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ശരിക്ക് നമ്മളുടെ ഫൈനാൻഷ്യലി പണം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അച്ചടക്കം കൊണ്ടുവരേണ്ടതിന്റെ കാര്യം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. ഓക്കെ, അടുത്ത പുസ്തകമാണ് നിങ്ങൾ വായിക്കേണ്ടത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം, ചിന്തയിലൂടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊരു ബുക്കുണ്ട്. നെപ്പോളിയൻ ഹിൽ എഴുതിയിട്ടുള്ള ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. മറ്റൊരു ബുക്കാണ് ഇവിടെ റിയാസമ്മ പറഞ്ഞതുപോലെ ദ സീക്രട്ട്, രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള, മലയാളത്തിൽ അവൈലബിൾ ആണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ബുക്കാണെന്ന് വെച്ചാൽ ദ സീക്രട്ട്. സീക്രട്ടിൽ എന്താ പറയുന്നത്, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് പറയുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ളത്.
എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ഇങ്ങനെ ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. സീക്രട്ടിന്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, സീക്രട്ട് ഒരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് രീതിയിലുണ്ട്. ഒരു ഡോക്യുമെന്ററി CD ഉണ്ട്, അത് അന്ന് പുസ്തകം ഇറങ്ങിയ ഉടനെ തന്നെ അതിന്റെ കൂടെ കൊടുക്കുന്നതായിരുന്നു. രണ്ടാമത്തത് 2019-ലോ 2021-ലോ അങ്ങോട്ടെ, എനിക്ക് 20-ലാണോ 21-ലാണോ എനിക്ക് എക്സാക്ട്ലി അറിയില്ല, ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു സാധാരണ ഒരു സിനിമ പോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാം. ഈ ബുക്കിന്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് ബോണസുകളാണ്. മറ്റൊരു ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതിനും ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നൊരു ബുക്കാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഇതിന്റെ മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കിന്റെ സീക്രട്ട് പറഞ്ഞില്ലേ, സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിന്റെ കൂടെ തന്നെ ഒരുപാട് പേര് സീക്രട്ട് ഉപയോഗിച്ച മെത്തേഡുകൾ, അവരവരുടെ ലൈഫിൽ സീക്രട്ട് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്, ആ മെത്തേഡുകൾ എന്തെങ്കിലും ഇതിലുണ്ട്. അതിനായിട്ടൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഹൗ ദ സീക്രട്ട് ചേഞ്ച്ഡ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, അവരുടെ സ്റ്റോറീസ്. അപ്പൊ ഇത് നമുക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ, സീക്രട്ട് വർക്ക് ചെയ്യില്ലെന്ന് വിശ്വാസം വരില്ല എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി, ആ വിശ്വാസം വരും. ഓക്കെ, ഒരുപാട് പേരുടെ സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് പേരുടെ കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞു. ഇതല്ലാതെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ പറഞ്ഞു. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ബുക്കാണ്, അത് നിങ്ങൾക്ക് ഭയങ്കര. താങ്ക് യു ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്, താങ്ക് യു ഇക്കോണമി. ഓക്കെ, താങ്ക് യു ഇക്കോണമി, അതൊക്കെ ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്ക് യു ഇക്കോണമി ഗാരി വെയ്നർചക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. അയാളുടെ തന്നെ മറ്റൊരു ബുക്കുണ്ട്, ജാബ് ജാബ് റൈറ്റ് ഹുക്ക് എന്ന് പറഞ്ഞിട്ട്, ജാബ് ജാബ് റൈറ്റ് ഹുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഗാരി വെയ്നർചക്കിന്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഗുഡ് ടു ഗ്രേറ്റ്, ഗുഡ് ടു ഗ്രേറ്റ്. പിന്നെ ഷൂ ഡോഗ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ഷൂ ഡോഗ്, നൈക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ എഴുതിയിട്ടുള്ള ബുക്ക്, അദ്ദേഹത്തിന്റെ സ്റ്റോറി പറയുന്ന ബുക്ക്, ഷൂ ഡോഗ്, ഷൂ ഡോഗ്, നല്ലൊരു ബുക്കാണ്. പിന്നെ വേറെ വായിക്കേണ്ട പുസ്തകത്തിൽ ഒരുപാടുണ്ട്, ലിസ്റ്റ് ഇസ് ദേർ. അപ്പൊ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടുമെങ്കിൽ എന്ത് ചെയ്യുക, വായിക്കാം. അതേപോലെ ഗുഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ഡീപ്പ് പർപ്പസ് എന്ന് പറയുന്ന ബുക്കുണ്ട്, ഡീപ്പ് പർപ്പസ്. കമ്പനിയൊക്കെ വലിയ കമ്പനികളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർ വായിക്കേണ്ട പുസ്തകമാണ് ഡീപ്പ് പർപ്പസ്. നല്ല, ഇവിടെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ. യെസ്, അടുത്തൊരു ബുക്കാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം സഹായിക്കുന്ന ബുക്കാണ്. ഇതൊക്കെ മലയാളത്തിലും ഉണ്ട് കേട്ടോ. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ മലയാളത്തിലുണ്ട്. ഇൻഫ്ലുവൻസ് എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഇൻഫ്ലുവൻസ് കേട്ടോ, ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് എന്നുള്ള ബുക്കുണ്ട്. എന്തായാലും പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്, വായിച്ചിരിക്കേണ്ട ബുക്കാണ്. പിന്നെ വളരെ ചെറിയ കുറച്ച് ബുക്കുകളുണ്ട്, പക്ഷെ നിങ്ങൾ കിളി പറത്തുന്ന തരത്തിലുള്ള ചില പുസ്തകങ്ങളുണ്ട്. ഓക്കെ, അത് ചെറിയ ചെറിയ ബുക്കുകളാണ്, പക്ഷെ ഇറ്റ്സ് വെരി ഗുഡ്. ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ദ ആർട്ട് ഓഫ് നെഗോസിയേഷൻ എന്ന് പറയുന്ന ബുക്ക്, ആർട്ട് ഓഫ് നെഗോസിയേഷൻ, അതുപോലെ ആർട്ട് ഓഫ് വാർ, ഇങ്ങനെ ബുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആവുന്ന ടോപ്പിക് എടുത്തിട്ട്, അപ്പൊ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അത് വായിക്കാം. സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുണ്ട്, ഞാൻ കാറ്റഗറി പറയാം. സെയിൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ടൈം മാനേജ്മെന്റ് ഒരു കാറ്റഗറിയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഫോക്കസ്, ഡിസ്ട്രാക്ഷൻ, അതായത് പ്രൊഡക്ടിവിറ്റി
ഉണ്ടാവുന്നില്ല. അതിന് കാരണം പലപ്പോഴും നീട്ടിവെക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, ഫോക്കസ് ഇല്ലാതെ. ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഡീപ്പ് വർക്ക് അടിപൊളി പുസ്തകമാണ്, വായിക്കേണ്ട പുസ്തകമാണ്. നമ്മൾ ഒരു സംഗതിയിലും മൊമെന്റം നേടിയിട്ട് ഡീപ്പായിട്ട് പഠിച്ചു പോകുന്ന രീതി. ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അടിപൊളി പുസ്തകമാണ്. യു ക്യാൻ ലേൺ ഇറ്റ്, യൂസ് ഇറ്റ്. വേറെ ഒരു പുസ്തകം എന്ന് പറയുന്നത്, ഡീപ്പ് വർക്ക് പറഞ്ഞില്ല, മലയാളമുണ്ട്. ഡീപ്പ് വർക്കിന്റെ മലയാളം ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഡീപ്പ് വർക്ക്, ഓക്കെ. മലയാളത്തിൽ കുറേ പുസ്തകങ്ങളുണ്ട്. അത് നിങ്ങൾ ലൈക്ക് ഒരു ദിവസം അങ്ങ് പോവുക, എജു മാർട്ടിലോ കാലിക്കറ്റ് എജു മാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ചോദിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ഫോക്കസിന്റെ ബുക്ക്, ഫോക്കസിന്റെ ഉണ്ട്, അവൈലബിൾ ആണ്. മലയാളത്തിൽ തന്നെ കുറേ അവൈലബിൾ ആണ് കേട്ടോ. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. പിന്നെ യു ക്യാൻ സെൽ എന്ന് പറയുന്ന ബുക്കുണ്ട്, യു ക്യാൻ വിൻ എന്ന് പറയുന്ന ബുക്കുണ്ട്. ഇത് രണ്ടും ശിവകേര എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്. അടിപൊളി പുസ്തകങ്ങളാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. യു ക്യാൻ വിൻ, യു ക്യാൻ സെൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കും. നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകം പറയാം. എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്തൊരു ബുക്കാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അതായത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആൽക്കമിസ്റ്റ്? ദി ആൽക്കമിസ്റ്റ് അടിപൊളി പുസ്തകമാണ്. നമ്മളുടെ ആരാണ് എഴുതിയത്? അദ്ദേഹത്തിൻ്റെ ഒരു ബ്രസീലിയൻ എഴുത്തുകാരനാണ്, പൗലോ കൊയ്ലോ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ്. ശരിക്കും ആൽക്കമിസ്റ്റ് ഒരു സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, ഒരു യാത്ര ചെയ്യുന്ന ഒരാളുടെ കഥയാണെങ്കിലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരുപാട് മെസ്സേജുകളുള്ള നല്ല പുസ്തകം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഓക്കെ. സോ ദർ ആർ ലൈക്ക് മെനി നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ആടുജീവിതം, വായിക്കേണ്ട പുസ്തകമാണ്. ആടുജീവിതം സിനിമയായിട്ടുണ്ട് ഇപ്പം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് വായിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഒറ്റയടിക്ക് വായനയിലേക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു, എന്താ പറയുക, ആഖ്യാന ശൈലിയുള്ള, ആ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം. പിന്നെ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് പുസ്തകം വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല, അതിന് ഇരിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ഫോക്കസ് കിട്ടുന്നില്ല. കാരണം പണ്ടത്തെ പോലെയല്ല, കുറച്ചേരം സ്വസ്ഥമായിട്ട് ഫോണില്ലാതെ ഇരിക്കാൻ പറ്റും. എപ്പോഴും ഫോൺ വേണം, ഫോണിൽ തോണ്ടിക്കൊള്ളിക്കുക. അപ്പോൾ ഫോൺ നമ്മളിങ്ങനെ ഉപയോഗിച്ച് നമുക്കൊരു അഡിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അടങ്ങിയിരുന്നൊരു സംഗതി ചെയ്യാൻ കഴിയുന്നില്ല. ഓർമ്മ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് മനഃപൂർവ്വം നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ക്ഷമ ആവശ്യമുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ വായന എന്ന് പറയുന്നത്. വായിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മേക്ക് ഷുവർ നിങ്ങൾ വായന നല്ല രീതിയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഇരുന്നിട്ട് വായിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട് പാഡും കൂടെ കരുതുക. എന്നിട്ട് നിങ്ങൾ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ അതിലുള്ള പോയിന്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വേറൊരു ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പവർ പോയിന്റിലേക്കോ എന്തെങ്കിലും പ്രസന്റേഷൻസിലേക്കോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഗതിയിലേക്കോ അപ്പോൾ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി, അതൊരു റിസർച്ച് വർക്കായിട്ട് മാറും, നിങ്ങളുടെ ഒരു പഠനമായിട്ട് അത് മാറും. അപ്പം അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. യു കെൻ യൂസ് ഇറ്റ്. ഓക്കെ. പിന്നെ ഒരുപാട് പേജുകൾ വായിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ആദ്യം തുടക്കം തീരെ വായന ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ 5 പേജ് വായിക്കുന്നു അല്ലെങ്കിൽ 3 പേജ് വായിക്കുന്നു, അങ്ങനെയൊന്നും കൊടുക്കണം. നിങ്ങളൊരു പറഞ്ഞാൽ മതി, ഞാനൊരു അര പാരഗ്രാഫ് വായിക്കും. ഓക്കെ. ഒരു പാരഗ്രാഫ് വേണ്ട, ഒരു അര പാരഗ്രാഫ് വായിക്കുന്നു പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കും. ആ അര പാരഗ്രാഫ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വായിക്കാൻ സാധിക്കുന്നതിലൂടെ മനസ്സിലാവുന്നുണ്ടോ? അത് വായിക്കാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾ ആ അര പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഫുള്ളാക്കാം. അത് ഫുള്ളാക്കുമ്പോൾ അടുത്ത പാരഗ്രാഫിന്റെ പകുതി വായിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. അപ്പം അതും കൂടെ ഫുള്ളാവും. അങ്ങനെ നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ തന്നെ 5 പേജൊക്കെ വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തും.
അപ്പൊ എപ്പോഴും ഒരു ഡെയിലി ചെറിയ ഗോളുകൾ വെക്കുക. വലിയ പ്രയാസമുള്ള ലക്ഷ്യമാണ് നമുക്ക് നേടേണ്ടത് എങ്കിൽ ചെറിയ ഗോൾ വെക്കുക. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് ഹൗ സെൽഫ് ലവ് ഈസ് ദ കീ ടു അൺലോക്കിംഗ് യുവർ ഗ്രേറ്റ്നെസ്, വെക്സ് കിങ്. അടിപൊളി ബുക്കാണ് വെക്സ് കിങ്ങിന്റെ. ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് ഹൗ സെൽഫ് ലവ് ഈസ് ദ കീ ടു അൺലോക്കിംഗ് യുവർ ഗ്രേറ്റ്നെസ്, വെക്സ് കിങ്. മലയാളം നല്ല മനസ്സ് നല്ല ജീവിതം. അതിന്റെ മലയാളം വേർഷൻ അവൈലബിൾ ആണെന്ന് പറയും. സോ തീർച്ചയായിട്ടും വായിക്കേണ്ട ബുക്കാണ്. ഹീലിംഗിലൊക്കെ ഒരുപാട് സഹായിക്കുന്ന ബുക്കാണ്. സഹായിക്കുന്ന ബുക്കാണ്. EFT കുറിച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ടാപ്പിംഗ് ഇൻ ടു ദ വെൽത്ത് എന്ന് പറയുന്ന ബുക്കുണ്ട് കേട്ടോ. ടാപ്പിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. ടാപ്പിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ലോട്ട് ഓഫ് ബുക്സ് EFT. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പറയൂ. ഈ നല്ല മനസ്സ് നല്ല ജീവിതം ഞാൻ വായിച്ചിട്ടുണ്ട്. ആഹാ, എങ്ങനെയുണ്ട്? അത് പിന്നെ അദ്ദേഹം സീക്രട്ട് ബുക്ക് വായിച്ചിട്ട് അത് അറിഞ്ഞിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ ബുക്കാണ്. അതെ അതെ അതെ, വെക്സ് കിങ് നല്ല ബുക്കാണ്. ഞാൻ ഒരുപാട് റിവ്യൂ അയച്ചിട്ടുള്ളതാണ് അതിനെ കുറിച്ചിട്ടുള്ള. അദ്ദേഹം ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിനെ കുറിച്ച് അദ്ദേഹത്തിന് വീണ്ടും വേറെ എന്തൊക്കെയോ പുതിയ പ്രോജക്ട്സുകൾ, പുതിയ പുസ്തകങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. എനിവേ, വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താ എന്ന് പറയാം? ആത്മസ്നേഹം എങ്ങനെയാണ് നിങ്ങളുടെ മഹത്വം തുറക്കുന്ന താക്കോലായി മാറുന്നത് എന്നാണ് മലയാളം. എന്താണ് കർമ്മസ്നേഹം? ആത്മസ്നേഹം, സെൽഫ് ലവ്. അതെ അതെ, ആത്മസ്നേഹം എങ്ങനെയാണ് നിങ്ങളുടെ മഹത്വം തുറക്കുന്ന താക്കോലായി മാറുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് മെസ്സേജ്. തീർച്ചയായിട്ടും ഇതേപോലെ മറ്റുള്ളവരൊക്കെ വായിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ബുക്ക്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കുകൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. കമന്റിൽ മാത്രം പറഞ്ഞാൽ പോലെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ഓക്കെ. ഈ നിമിഷത്തിൽ ജീവിക്കും, ഇക്കിഗായ്. അടിപൊളി ബുക്കാണ്. ഓക്കെ, വെരി ഗുഡ്. യു ക്യാൻ വിൻ ശിവ്ഗേരയുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഹൈദരാലി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക് പറയൂ. ആൽക്കെമിസ്റ്റ് മലയാളം അവൈലബിൾ ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. ഇക്കിഗായി വായിച്ചിട്ടുണ്ടോ സാർ? ഇക്കിഗായി വായിച്ചിട്ട് നല്ലൊരു ബുക്കാണ്. ആരാ വായിച്ചിട്ടുള്ളത്? യെസ്, ഇക്കിഗായ്. വെരി ഗുഡ്. ഇക്കിഗായ് റഷീദ് ഖാന്റെ കയ്യിലുണ്ട് പുസ്തകം. ഒയ്യോ, ഓക്കെ. എനിക്കിവിടെ പവർ ഫെയിലിയർ സംഭവിച്ചു. ഞാൻ അറിവിന്റെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിന്റെ മറവിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് വെളിച്ചം വന്ന് പോയപ്പോൾ കുറച്ചു നേരം ഒന്ന് സഹകരിക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യൂ. റഷീദ് ഖാ, ലൈക്കിനോ ഇക്കിഗായിൽ എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ഷെയർ ചെയ്തേ. ഇക്കിഗായിക്കായിട്ട് പറയുന്നത് നമുക്ക് എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടെ സംസാരിക്കുക, നമ്മൾ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുക, നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മെയിൻ ആയിട്ടുള്ള കാതലായിട്ട് പറയുന്നത്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അത് കഴിവതും വെജിറ്റബിൾസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. നമ്മുടെ അയൽവക്കംകാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ നെയ്ബേഴ്സുമായിട്ട് നല്ല സഹകരണത്തിൽ പോകണം. അവരുമായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം. രാവിലെ എക്സർസൈസ് ചെയ്യുന്നതിനെ പറ്റി, കൂടുതലും എക്സർസൈസിനെ പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പലതരത്തിലുള്ള എക്സർസൈസുകൾ പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷന്റെ കാര്യം, ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും. 10-100 വയസ്സ് വരെ ജീവിക്കാമെന്നൊക്കെയാണ് ഇക്കിഗായി പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇക്കിഗായിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഞാൻ പറയാം. അതായത് ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ് ഇക്കിഗായ്? ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീസൺ ഫോർ ബീയിങ് എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതിന്റെ കാരണം, ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, നിങ്ങൾക്ക് എന്താണ് ഇവിടെ, നിങ്ങൾ എന്തിനായി ഇവിടെ വന്നത് എന്നൊരു സംഗതിയുണ്ട്. അപ്പൊ ആ ഒരു ഇക്കിഗായിൽ പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾക്ക്
ലോകത്തിന് ഇക്കിഗായി എന്ന് പറയുന്നത് നമുക്ക് വരുമാനം ലഭിക്കുന്നതും, എന്നാൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നതും, എന്നാൽ ലോകത്തിന് ഉപകാരപ്പെടുന്നതും, എന്നാൽ നിരന്തരം ഇംപ്രൂവ് ചെയ്യപ്പെടുന്നതുമായ നമ്മുടെ ഒരു കഴിവുണ്ട്, ഒരു മേഖലയുണ്ട്. ആ മേഖല, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല, എന്നാൽ നമുക്ക് വരുമാനം നേടാൻ പറ്റുന്ന മേഖല, അങ്ങനെ ഒരു മേഖല നമ്മൾ കണ്ടെത്തി, ആ കണ്ടെത്തിയിട്ടുള്ള മേഖല, അതാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്, റീസൺ ഫോർ ബീയിങ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത അർത്ഥപൂർണമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും എന്നൊരു ഫിലോസഫിയിലെ കോർ അതാണ്. ഇതിൽ പറയുന്നത് പ്രത്യേക കാരണം പറയുന്നത്, ലോകത്തെ ഏറ്റവും അധികം ആയുസ്സുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു ഗ്രാമം, അവിടുത്തെ അതേക്കുറിച്ചുള്ള അവിടുത്തെ ആളുകളുടെ കുറിച്ചുള്ള പഠനത്തിലൂടെയാണ് ഈ സംഗതി എടുത്തിട്ടുള്ളത്. അതെ, അതായത് ആ സ്ഥലത്തിന്റെ പേര് ജപ്പാനിലാണ്. ജപ്പാനിൽ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഓക്കെ, ആ ഐലൻഡിലാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇക്കിഗായ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ട് 100 വയസ്സിന് മുകളിൽ കൂടുതൽ പ്രായത്തിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കിനാവ എന്ന് പറയുന്ന ഐലൻഡ്. അവിടെ പോയിട്ടാണ് രണ്ടുപേരും എന്ന് വെച്ചാൽ ഈ മേഖലയെ കുറിച്ച് പഠിക്കുകയും ഇവർ ജീവിക്കുന്ന രീതി എന്താണ്, ഇവർ എന്തുകൊണ്ട് 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്നു, അത് 100 വയസ്സിന് മുകളിൽ ജീവിക്കാൻ മാത്രമല്ല ഏറ്റവും സന്തോഷവാന്മാരായിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അത് മാത്രമല്ല, അവരിപ്പോഴും എക്സസൈസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും കൂടിയാണ്. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന ഫിലോസഫിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്കിഗായ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇക്കിഗായുടെ ചെറിയൊരു പോസ്റ്റർ ഇവിടെ കാണിക്കാം, വേണോ? ജസ്റ്റ് എന്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് വാട്ട് ഈസ് ഇക്കിഗായ് എന്നുള്ളതിന് അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് തന്നെ നമുക്കുണ്ട്. നമുക്ക് എടുക്കണോ അത്? ഇക്കിഗായുടെ ക്ലാസ് നമുക്കൊരു ദിവസം വേണമെങ്കിൽ എടുക്കാം. വേണം സാർ. ഓക്കെ, അപ്പൊ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനം ഇക്കിഗായ്. ഞാനൊന്ന് ജസ്റ്റ് DC ബുക്സിൽ ഇംഗ്ലീഷും മലയാളവും കിട്ടും കേട്ടോ. DC ബുക്സ് നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? ഉണ്ട്, ഓൺലൈനിലും ഉണ്ട്. മലയാളം ഉണ്ടോന്ന് അറിയത്തില്ല. ഈ DC ബുക്സിന് നമ്മുടെ തൊട്ടടുത്ത് DC ബുക്സ് കാണുമല്ലോ, അവിടെ അന്വേഷിച്ചാൽ മതി. അവിടെ ഉണ്ട്, DC ബുക്സിലുണ്ട് മലയാളം. അവിടുന്ന് TBS ഉണ്ട് കോഴിക്കോട്. ഓക്കെ, ഇക്കിഗായ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡ് ഇക്കിഗായിൽ പറയുന്നില്ലേ? എന്താണ്? ഹോപ്പനാപ്പന എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് അതിൽ പറയുന്നുണ്ടല്ലോ ഇക്കിഗായുടെ. അതെ, ഒരു മെത്തേഡ് പറയുന്നത് അതിനെ പറ്റി. അത് ഹീലിംഗ് മെത്തേഡ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയർ ആണത്. ഓക്കെ, ഇതാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറയുന്നത് നിങ്ങൾ വാട്ട് യു ലവ്, നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നുവോ, ഓക്കെ, ആൻഡ് വാട്ട് യു ആർ ഗുഡ് അറ്റ്, പക്ഷെ നിങ്ങൾക്ക് നല്ല കഴിവുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും, ആൻഡ് വാട്ട് ദ വേൾഡ് നീഡ്സ്, എന്നാൽ ലോകത്തിന് ആവശ്യമുള്ളതും, ആൻഡ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതുമായ 4 കാര്യങ്ങൾ ഒന്നിക്കുമ്പോൾ, ഈ 4 കാര്യങ്ങളും ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പാഷനും നിങ്ങളുടെ മിഷനും നിങ്ങളുടെ തൊഴിലും നിങ്ങൾക്ക് നിരന്തരം വലിയ സ്കില്ലും ഉള്ള ഒരു സംഗതി ഉണ്ടാകുന്നു, നിരന്തരം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. അതിനെ പറയുന്നവരാണ്. അതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണെന്ന് വെച്ചാൽ ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ഹാപ്പി ആയിട്ട് ആൾക്കാർ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? 100 വയസ്സ് വരെ ജീവിക്കലെന്നതിന്റെ കാരണം അവർ ഹാപ്പി ആയിരിക്കുന്നു. അതിന് പല പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കോറായിട്ട് അവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് ഇഷ്ടമുള്ള ജോലിയെ അവർ ചെയ്യൂ. ഒക്കിനാവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള ജോലിയെ അവർ ചെയ്യൂ. അവർ ആദ്യം തന്നെ ഈ ഒരു ഫിലോസഫി പ്രകാരം അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഇഷ്ടമുള്ള ജോലി കണ്ടെത്തുന്നു. നമ്മുടെ ഇവിടേക്ക് എന്താ വെച്ചാൽ പ്രശ്നം എന്താ? ഇഷ്ടമുള്ള ജോലി കണ്ടെത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഇക്കിഗായ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റീസൺ ഫോർ ബീയിങ്. നമ്മൾ ജീവിക്കുന്നതിന്റെ, ഇവിടെ വന്നിരിക്കുന്നതിന്റെ, ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ ഇക്കിഗായ് ഫോളോ ചെയ്യുക എന്നുള്ളത്, ഇക്കിഗായിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിന് ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയും. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടം, വാട്ട് ഐ ലവ്, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? സൈക്കോളജി ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. ഓക്കെ, സൈക്കോളജി ഇഷ്ടമാണ്, സംസാരം ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് സക്സസ് ഇഷ്ടമാണ്, മോട്ടിവേഷൻ ഇഷ്ടമാണ്, നല്ല സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്, അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ലവ്. നെക്സ്റ്റ് എന്താണ്?
വാട്ട് ഐ ആം ഗുഡ് അറ്റ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഞാൻ കഴിവുള്ളത്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ടീച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്, വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു കാര്യം ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ്. ഈ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവും പഠിപ്പിക്കാനുള്ള കഴിവും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ഇതെല്ലാം കൂടെ ആ പ്രസന്റേഷൻ സ്കില്ലും ആ ഇൻഫ്ലുവൻസിങ് സ്കില്ലും ഇതെല്ലാം കൂടെ ആണ് വാട്ട് ഐ ആം ഗുഡ് അറ്റ്. അറ്റ് ദ സെയിം ടൈം വാട്ട് ഐ ലവ്, ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഈ കഴിവിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിലേക്ക്, മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് എന്നിട്ട് അത് ലോകത്തിന് ഉപകാരപ്പെടുന്ന, അവർക്ക് ആവശ്യമുള്ള അറിവാക്കി, കോഴ്സാക്കി കോർഡിനേറ്റ് ചെയ്ത് വാട്ട് ദ വേൾഡ് നീഡ്സ്. നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, ലോകം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല, മറ്റുള്ളവരെ, ഞാൻ ഒഴികെ മറ്റുള്ളവർ, ആ ലോകത്തിന് ആവശ്യമുള്ള, ഉപകാരപ്പെടുന്ന എന്താണ് ആവശ്യം, ആ ആവശ്യത്തിലേക്ക് അതിനെ തിരിച്ചുവിടുന്നു, എൻ്റെ താല്പര്യത്തെയും എൻ്റെ കഴിവിനെയും. അതിൽ നിന്ന് ഞാനൊരു കോഴ്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ആ കോഴ്സാണ് വാട്ട് ഐ ക്യാൻ ബി പെയ്ഡ് ഫോർ. അതൊരു വരുമാന മാർഗമായി മാറുന്നു. അപ്പോൾ എനിക്ക് വരുമാനം ലഭിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടതാണ് ചെയ്യുന്നത്, ഏറ്റവും നല്ല കഴിവുള്ള മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ലോകത്തിന് അത് ആവശ്യമുള്ള രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ എൻ്റെ കഴിവും എൻ്റെ ഇഷ്ടവും ഒരുമിച്ച് ചേരുമ്പോൾ പാഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നു. പാഷൻ, എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെ കഴിവും ക്ലാസ് എടുക്കാനുള്ള എൻ്റെ കഴിവും, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പാഷൻ അവിടെ ഞാൻ കണ്ടെത്തി, പാഷൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അടുത്തതെന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ, ലോകത്തിന് ആവശ്യമുള്ള മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മിഷനായി അത് മാറുന്നു, എൻ്റെ പർപ്പസ്, ലൈഫിൻ്റെ പർപ്പസ്. എനിക്കത് ജനങ്ങളിലേക്ക് ഉപകാരപ്പെടുന്ന സംഗതി. കാരണം എത്ര ചെയ്താലും എനിക്ക് മടുക്കില്ല. അതുകൊണ്ടാണ് എത്ര ഇവിടെ വന്ന് സംസാരിച്ചാലും മടുക്കാത്തത്. അത് ഞാൻ വേണമെങ്കിൽ ഈ ഇരുന്ന് സംസാരിച്ച് ഞാൻ ടയേർഡ് ആവുക എന്നുള്ളതല്ലാതെ ഇറ്റ് വിൽ നെവർ ബോർ മീ. എന്നത് ബോറടിപ്പിക്കില്ല. പറയും തോറും എനർജി കൂടി എൻ്റെ അടുത്ത് എനർജി തീരുമായിരിക്കും. എനർജി തീരുക എന്നുള്ളത്, ഞാൻ ടയേർഡായി പോയിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ. ബട്ട് അതർവൈസ് എനിക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഐ ക്യാൻ കണ്ടിന്യൂസ്ലി ടോക്ക് അബൌട്ട് 24 മണിക്കൂർ 48 മണിക്കൂറിന് ചിലപ്പോൾ ഇത് തുടർന്നു വരും. ഓക്കെ, ബിക്കോസ് അത്രയ്ക്കും ഐ ലവ് ടു ഡു ദിസ്. അത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റുക. അതായത് ജനങ്ങൾക്ക് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അറിവൊക്കെ പകർന്നു കൊടുക്കുന്ന രൂപത്തിൽ. അപ്പോൾ അതാണ് മിഷൻ. അവിടെ പണത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്, അത് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വല്ലാത്ത ത്വരയാണ് ജനങ്ങളിലേക്ക് അത് നൽകാൻ. നെക്സ്റ്റ് എന്താണ്? അടുത്തത്, ലോകത്തിന് ആവശ്യമുള്ളതും എന്നാൽ അതൊരു കോഴ്സുമായിട്ട് മാറുമ്പോൾ അതൊരു എന്തായി മാറുന്നു? വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു സൊല്യൂഷനായിട്ട് അത് മാറും. ഇതൊരു സൊല്യൂഷനായിട്ട് മാറും. ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നു, ഒരു വരുമാന മാർഗത്തിനുള്ള സൊല്യൂഷനായി മാറും. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഐ ആം ഗുഡ് അറ്റ് ആൻഡ് വാട്ട് ഐ ക്യാൻ പേ ഇറ്റ് ഫോർ. എൻ്റെ ആ കഴിവും എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സിലേക്ക് ഞാൻ അതിനെ മാറ്റുമ്പോൾ എൻ്റെ തൊഴിൽ മേഖലയായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ എല്ലാം കൂടെ ഒത്തുചേർന്ന് അങ്ങ് സെറ്റായി വരുമ്പോഴാണ് ഇക്കിഗായ് എന്ന് പറയുന്നതിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ അപ്പം ഞാൻ എൻ്റെ ഇക്കിഗായ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ദിസ് ഈസ് മൈ ഇക്കിഗായ്. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇത് നമ്മൾ ഫോളോ ചെയ്താൽ എന്താണ്? നമുക്ക് പണമുണ്ടാകും, നമ്മൾ തൊഴിൽ മേഖലയിൽ ഹാപ്പി ആയിരിക്കും, നമുക്ക് നമ്മുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, നമുക്ക് നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്ന നല്ലൊരു ജോലിയിലാണ് നമ്മളുള്ളത്, അവർ ഹാപ്പി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവർ സന്തോഷത്തോടു കൂടി നമുക്ക് പണം തരുകയും ചെയ്യും. ബിക്കോസ് വി ആർ ഹെൽപ്പിംഗ് ദം അൺകണ്ടീഷണലി. പണത്തിന് വേണ്ടി മാത്രമല്ലാതെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാവും, ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടം, ഇതാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ എൻ്റെ ഇക്കിഗായ് ഞാൻ കണ്ടെത്തി ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ പഠിച്ചിട്ട് കണ്ടെത്തിയതല്ല. പക്ഷെ ഇതേ ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ രീതിയിൽ വളരെ യങ് ആയിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കേട്ടൊരു കഥയുണ്ട്. അങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് മേഖലയിലേക്ക് എത്തിച്ചേർന്നത്. ആ കഥയിൽ എന്താ വെച്ചാൽ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ദൈവം കഥാകൃത്തായിട്ടുള്ള അല്ലെങ്കിൽ നാടകരചയിതാവായിട്ടുള്ള ദൈവം രചിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഈ ജീവിതം. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഈ നാടകത്തിൽ ഒരു റോള് വഹിക്കാനുണ്ട്, അഭിനയിക്കാനുണ്ട്, അല്ലെങ്കിൽ പ്ലേ ചെയ്യാനുണ്ട്. ആ റോള് നമുക്ക് വഹിക്കാനുണ്ടെന്ന്, പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ നിങ്ങളുടെ റോള് കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ റോള് എന്താണ് എന്നുള്ളത് ഈ നാടകത്തിൽ റോള് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ജോലിയായിട്ട് അനുഭവപ്പെടില്ല. നിങ്ങൾക്കൊരിക്കലും ജോലിയായിട്ട് അനുഭവപ്പെടില്ല. മറിച്ച് നിങ്ങൾക്ക് എന്താണ് അത് എന്തായിട്ട് അനുഭവപ്പെടുക?
അതൊരു ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് ഇവിടെ ഒരു പ്രാർത്ഥന പോലെ അനുഭവപ്പെടും. ഈ ഒരു ചോദ്യം, ഈ ഒരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാണ്. അപ്പം അന്ന് മുതൽ ഞാൻ ചോദിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യം, ഞാൻ വളരെ ചെറുപ്പത്തിലേ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. 13 വയസ്സ് 16 വയസ്സൊക്കെ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ചിന്തിക്കുന്ന, ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചൊരു ചോദ്യമാണ്, എൻ്റെ റോൾ എന്തായി, വാട്ട് ഈസ് മൈ റോൾ. അപ്പോൾ ഞാൻ എൻ്റെ റോള് തേടുകയായിരുന്നു. ഞാൻ എൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എൻ്റെ റോൾ എന്താണ്, എൻ്റെ ആ ഒരു ജോബ് എന്താണ്, എൻ്റെ ഒരു തൊഴിൽ മേഖല എന്താണ്, എനിക്ക് ജോലിയായിട്ട് ഫീൽ ചെയ്യാത്ത ആ സംഗതി എന്താണ്. അപ്പോൾ ഞാൻ എന്നെ തേടുകയായിരുന്നു. നമുക്ക് തേടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ 2 ദിവസമുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്ന്, നിങ്ങൾ ജനിച്ച ദിവസം. 2, നിങ്ങളെ നിങ്ങൾ കണ്ടെത്തുന്ന രണ്ടാമത്തെ ജനനത്തിൻ്റെ ദിവസം, യഥാർത്ഥ ജനനത്തിൻ്റെ ദിവസം. നിങ്ങൾ ആരെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ദിവസം, അതാണ് യഥാർത്ഥ ജന്മദിനം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറെ ഒരു ജീവിതമാണ്. ആ സമയം മുതൽ. അപ്പം ഞാൻ 2011 ഞാൻ എക്സാക്ട്ലി അതിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ആരാണ് എന്താണ് എന്നുള്ളതിലേക്ക് പിന്നെ വരാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ജോബിന് പോയ സമയത്ത് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവർ എന്നോട് ചോദിച്ചൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാട്ട് യു ആർ ഗുഡ് ആറ്റ്, നിങ്ങൾ ഏറ്റവും കഴിവുള്ള ഏത് കാര്യത്തിലാണ്, വാട്ട് ഈസ് യുവർ പ്ലസ് പോയിന്റ്സ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിടത്താണ് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്, ഞാൻ ആരാ, എൻ്റെ കഴിവ് എന്താ, എൻ്റെ പ്ലസ് പോയിന്റ് എന്താ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചിന്തിച്ചത്. അപ്പോൾ ആ വാട്ട് ഐ ആം ഗുഡ് അറ്റ്, വാട്ട് ആർ മൈ പ്ലസ് പോയിന്റ്, അവിടുന്നാണ് ഞാൻ എന്നിലേക്ക് നോക്കി തുടങ്ങിയത്. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ളത് എന്താ, നമ്മുടെ കഴിവെന്താ, നമ്മുടെ താല്പര്യങ്ങൾ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ചോദിച്ച് ഇങ്ങനെ പോയപ്പം എനിക്കിങ്ങനെ മനസ്സിലായി, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ട്, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ താല്പര്യമുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ വീണ്ടും ഞാൻ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതാണ്, അതാണ് ഇക്കിഗായിലെ ചോദ്യം, വാട്ട് ഐ ലവ്, അല്ലേ? അതെനിക്ക് അറിയില്ല, അന്ന് എനിക്ക് ഇക്കിഗായി അറിയില്ല. പക്ഷെ ഞാൻ ഇത് ചോദിക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതാണ്, താല്പര്യമുള്ള മേഖല ഏതാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്കുള്ള സ്കിൽ എന്താണ്, സംസാരിക്കാൻ താല്പര്യമുണ്ട്, അതേപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം തൊഴിലുകൾ എനിക്ക് എടുക്കാം. അപ്പം എൻ്റെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടീച്ചർ ആവാം, സെയിൽസ്മാൻ ആവാം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആവാം, അഡ്വക്കേറ്റ് ആവാം. ഇവരൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ എനിക്കൊരു താല്പര്യം, എനിക്ക് ഏത് തരത്തിൽ, ഇപ്പോൾ ഞാനൊരു അധ്യാപകനായ ഞാൻ ഹാപ്പി ആവുമോ? ഇല്ല. ഒരു സ്കൂളിൽ ഒരു അധ്യാപകനായി കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്നും സ്ഥിരം പുതിയ കുട്ടികളെ കാണുന്നു. അപ്പോൾ എനിക്ക് പുതുമ എപ്പോഴും താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പുതിയ ആൾക്കാരോട് സംസാരിക്കണം, പുതിയ കുറേ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യണം, പുതിയ വിഷയങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ടീനായിട്ട് ഇങ്ങനെ പോകുന്നതിനെക്കാട്ടിലും എനിക്ക് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണം, യാത്ര ചെയ്യണം. ഇതൊക്കെ എൻ്റെ താല്പര്യങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ യാത്ര ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന, എന്നാൽ സൈക്കോളജി സംസാരിക്കാൻ പറ്റുന്ന, പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല എന്തായിരിക്കും? അപ്പോഴാണെന്ന് വെച്ചാൽ പിന്നെ ഓപ്ഷൻസ് വന്ന് കോച്ചിങ്, കൗൺസിലിങ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് പതിയെ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തൊട്ട് മുമ്പെന്ന് വെച്ചാൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് എടുക്കാം, അതിലും ഇതേപോലെ പുതിയ ആൾക്കാർ വരാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ആയിരുന്നു ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തൊരു സംഗതി. പിന്നെ വീണ്ടും ഞാനിങ്ങനെ ഒരു പരസ്യം കാണുകയാണ്. സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു പരസ്യം കാണുകയാണ്, ഡോക്ടർ പി വിജയൻ സാറുടെ. ഡു യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ, ഒരു മൈൻഡ് പവർ ട്രെയിനറായിട്ട് നിങ്ങൾക്ക് മാറണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു പരസ്യം കണ്ടു. അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് എന്ന് വെച്ചാൽ വിളിച്ചടിച്ചത്. ഇതാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്, ഇങ്ങനൊരു പ്രൊഫഷനുണ്ട്, ഇങ്ങനൊരു ജോലിയുണ്ട്. അത് 2011 ഓഗസ്റ്റ് മാസം, അതായത് ഇതേ ദിവസം, വാവ് 8-ാം തീയതി 9-ാം തീയതിയാണ് അത് നടക്കുന്നത്, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പം ഏകദേശം ഈ ഒരു ടൈമിൽ, അത് ഓഗസ്റ്റ് മാസത്തിലാണ്, ഇതിപ്പോൾ സെപ്റ്റംബർ ആയല്ലേ. സോ ഏകദേശം ഈ ഒരു പീരീഡിലാണ് എന്ന് വെച്ചാൽ നടക്കുന്നത്. അങ്ങനെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷിഫ്റ്റ് സംഭവിച്ചു അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, അന്ന് ഞാൻ എന്നെ കണ്ടെത്തിയതിന് ശേഷം കംപ്ലീറ്റ്ലി ലൈഫ് ഡിഫറെൻ്റ് ആയി മാറി. ഇക്കിഗായി നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ആകെ മാറി. അപ്പോൾ കണ്ടെത്താത്തവരോട് പറയാനുള്ളത്, കീപ് ലുക്കിംഗ്. പിന്നെ അതൊക്കെ ഒരു രസമുള്ള ജേണിയാണ്.
അതൊക്കെ ഒരു രസമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ ഹോബീസ് തിരിച്ചറിയുക, നമ്മളെ കണ്ടെത്തുക, അതൊരു ജോലിയാക്കി മാറ്റുക, അതൊരു വരുമാന മാർഗമാക്കി മാറ്റുക, അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ സ്വന്തം നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മൾ തേടിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ കണ്ടെത്തുക? യു ട്രൈ മെനി തിങ്സ്. ഞാൻ വളരെ നേരത്തെ തന്നെ ആദ്യം ഞാൻ കോൾ സെന്ററിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഒരു 6 മാസം കൊണ്ട് ഇംഗ്ലീഷ് കോൾ സെന്ററിലേക്ക് മാറി. അവിടെ നിന്ന് നേരെ അതെല്ലാം നിർത്തിയിട്ടെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് തുടക്കത്തിൽ തന്നെ കുറച്ച് കാലം പെട്ടെന്ന് ഞാൻ എൻ്റെ ജോബുകൾ സ്വിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ജോലികൾ സ്വിച്ച് ചെയ്തപ്പം എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മൾ ഇഷ്ടത്തിലേക്ക് എത്തുന്നത്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്ത് വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതിന് ട്രൈ ചെയ്യണം. യു ഹാവ് ടു ട്രൈ. ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് ട്രൈ ചെയ്യണം. 1 or 2 സംഗതികൾ ട്രൈ ചെയ്താൽ പോലെ. അപ്പോഴാണ് നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്താണ് നമ്മൾ മിസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ട്രൈ. ഓക്കെ, ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ടു വേർ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ എക്സാക്ട്ലി വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. നിങ്ങളെ ഹാപ്പി ആക്കുന്ന, നിങ്ങളെ സന്തോഷമാക്കുന്ന, നിങ്ങളെ വല്ലാണ്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇറങ്ങിച്ചെല്ലണം. അത് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്സും ഉണ്ടാവും. അതേപോലെ തന്നെ വല്ലാത്തൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലഭിക്കാൻ സാധ്യമാകുമെന്ന്. ക്യാൻ യു സീ നോ? ഓക്കെ, വെളിച്ചം കിട്ടുന്നില്ല എനിക്കിവിടെ, വേണ്ടത്ര വെളിച്ചം കിട്ടുന്നില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പറയുക. നമ്മുടെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ബിസിനസ് പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർ ആരാണുള്ളത്? നമുക്കൊരു ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം, 1 day ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം കാലിക്കറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1 day or 2 day പ്രോഗ്രാം. സോ വിൽ ബി കണ്ടക്ടിങ് ദാറ്റ്. ബിസിനസ് പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? ഓക്കെ, യെസ്. നല്ല മനസ്സ് നല്ല ജീവിതം, വെക്സ് കിങ്. സർ, ഇത് വേറൊരു ബുക്കാണ്. വിഘ്നം തന്നെ മാർഗവും. അത് റയാൻ ഹോളിഡേയുടെ അല്ലേ? ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ എന്ന് പറയുന്ന മലയാളം വേർഷൻ. ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ അടിപൊളി ബുക്കാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബുക്ക് ഉണ്ട്, ഈഗോ ഇസ് ദ എനിമി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ആണ് തോന്നുന്നു. ഈഗോ ഇസ് ദ എനിമി എന്ന് അങ്ങനെ എന്തൊരു ബുക്ക് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു ബുക്ക് ഉണ്ട്, ഞാൻ വായിക്കുന്ന ഒരു ബുക്കാണ് എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ. ലൈക്ക് അത് ഒരു ബുക്ക് ഉണ്ട്, അടിപൊളി ബുക്ക്. ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക്. പിന്നെ ബിന്ദു മാം ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ബുക്ക് ഉണ്ട്. അത് എന്റെ ബുക്കാണ്. ഇതില് ഗ്രൂപ്പിലുള്ളവരെല്ലാരും കാണാനും വായിക്കാനും വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഓക്കെ, ഒരു കാര്യം എന്താ വെച്ചാല്, അത് ഞാൻ ശരിക്കും പറഞ്ഞ 2018 ഒരാള് എന്നെ ഫോഴ്സ് ചെയ്തിട്ട്, ഞാൻ എന്താ പറയുക, എനിക്ക് ബുക്ക് എഴുതാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് എൻ്റെ കുറേ അറിവുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കുറേ അറിവുകൾ ക്രോഡീകരിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് മൈ ബെസ്റ്റ് ബുക്ക്. ഞാൻ എഴുതിയിട്ടുള്ള ബെസ്റ്റ് ബുക്ക് അല്ല. എൻ്റെ ബെസ്റ്റ് ബുക്ക് മൈൻഡ് പവറിനെ കുറിച്ചൊരു ബുക്ക് ഉണ്ട്, അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓൾറെഡി ദെയർ. അപ്പൊ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം എഴുതിയിട്ട് 3 വർഷത്തിലധികം പെൻഡിങ് എടുക്കുക. സോ ദാറ്റ്സ് എ പ്രോക്രാസ്റ്റിനേഷൻ. നീട്ടി വെച്ചൊരു കാര്യമാണത്, ഞാൻ നീട്ടി വെച്ചൊരു കാര്യമാണ്. ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് പബ്ലിഷ് ഇറ്റ്. അത് പബ്ലിഷ് ചെയ്യണം. ഞങ്ങൾ വായിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി ഒരു പുതിയ ലൈഫ് വേണം. കുറച്ചുകൂടെ പുസ്തകങ്ങൾ, കുറച്ചുകൂടെ വായന, കുറച്ചുകൂടെ പഠനം, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സംഗതികളും കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് പോകണം. എനിവേ, ദ ജേർണി വിൽ ബി കണ്ടിന്യൂ. ഒരാൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ? സാർ, ഇതിലേക്ക് തിരിയുമ്പോഴും ഒരു പേടി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് എങ്ങനെ മാറ്റാൻ കഴിയും? ഓക്കെ, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള സംഗതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, എനിക്കിവിടെ വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട് അല്ലേ? ലെറ്റ്സ് സീ. Can you see me now? Yeah, very good, fantastic. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പൊ കാണാം അല്ലേ? അപ്പോ നമ്മളുടെ ലൈഫിലേക്ക് എന്താ വെച്ചാൽ, നമ്മളൊരു സംഗതിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും.
പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് അത് കൂടെ ഉണ്ടാവും. അതാണ് അതിന്റെ എക്സൈറ്റ്മെന്റ്. ഇതൊരു രസകരമായ ജേണിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു രസകരമായ ജേണിയാണ്. ആ ജേണിയിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ളതാണ്. ഓക്കെ, ആ ജേണിയിലൂടെ നമ്മൾ കടന്നു പോകും. ഒരു യാത്രയാണ്. ആ യാത്രയിലൂടെ നമ്മൾ കടന്നു പോവുക. സോ ഇറ്റ്സ് ഓക്കെ. ആ ഫിയറിനെ എൻജോയ് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഫിയറിനെ കുറിച്ച് ആലോചിച്ച് ആങ്ഷ്യസ് ആവാം. ഓക്കെ, രണ്ടാമത്തെ വേർഡ് ഫിയറിനെ കുറിച്ച് ആലോചിച്ച് എക്സൈറ്റഡ് ആവാം. നമ്മൾ എന്താ ചൂസ് ചെയ്യുന്നത്? അതിനെ എക്സൈറ്റ്മെന്റോട് കൂടി ആ ഫിയർ ഉണ്ടാവട്ടെ, അങ്ങനെ തന്നെ പറയാം, അതുണ്ടാവട്ടെ. ആ ഫിയർ ഉള്ളത് കൊണ്ടല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. അങ്ങനെ കാണുക. അപ്പോഴും പറയും എന്നാലും ഒരു പേടി. പക്ഷെ എന്ത് സംഭവിക്കാൻ പോണത്? ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്ത് സംഭവിക്കും? ഏറിപ്പോയാൽ നിങ്ങൾ നാളെ മരിക്കും. അത്രയല്ലേ ഉള്ളൂ. മരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേദന? മരണത്തോടു കൂടി അത് തീർന്നു അല്ലേ? ഇവിടുത്തെ എല്ലാ വേദനയും തീർന്നു, എല്ലാം കഴിഞ്ഞു. പിന്നെ ടെൻഷനില്ല, വിഷമമില്ല, സംഗതിയില്ല, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. വട്ട് എവർ ഇറ്റ് ഈസ്. അത് അടുത്ത് വേറെ കാര്യം. അടുത്തത് എന്താ? മരിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് എന്താ വെച്ചാൽ അപ്പൊ ഏറ്റവും പേടിക്കുന്ന കാര്യം മരണമാണ്. വേറെന്താ ഉള്ളത്? നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുമോ? ബുദ്ധിമുട്ടുകളിലേക്ക് പോകും, സംഗതികളിലേക്ക് പോകും. ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടാനും മാത്രമുള്ള സംഗതിയല്ല. ലൈഫ് എന്ന് പറയുന്ന ഒരു ബാലൻസ് ആണ്. നമുക്ക് എക്സൈറ്റഡ് ആവണം, നമ്മൾ കെയർഫുൾ ആവണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈഫിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണേണ്ട സംഗതിയും കൂടിയാണ്. ഒരുപാട് സീരിയസ് ആയിട്ട് കാണേണ്ട സാധനമല്ല. എല്ലാത്തിലും ഒരു ബാലൻസ് ഞാൻ പറഞ്ഞില്ല. ഒരു റൈറ്റ് എമൗണ്ട് ഓഫ് ബാലൻസിൽ കാണുക. ടെൻഷൻ ഒരു സൈഡിൽ അത് കുറച്ചുണ്ടാവും. ഓവറായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെന്താവും, ഇതെന്താവും, ഇത്രയെന്താവും. എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ലൈഫിനെ വളരെ ലൈറ്റായിട്ട് കാണുക. ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങോട്ട് പോവുക. എന്തായാലും ഇവിടെ ജനിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടൊരു കാര്യമാണ്. നമ്മൾക്ക് ഇവിടെ ആകെ ഒരൊറ്റ സംഗതിയുള്ളൂ. എന്തായാലും ഇവിടെ ജനിച്ചിട്ടുണ്ട്, മരിക്കുന്നവരെ ജീവിക്കണം. ആ ജീവിതം എന്ത് ചെയ്യാൻ? ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് ടെൻഷൻ പരമാവധി ഒഴിവാക്കി സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ വളരെ പോസിറ്റീവായിട്ട്, പറയാൻ എളുപ്പമാണ്, എനിക്കറിയാം, പറയാൻ എളുപ്പമാണ്, പക്ഷെ വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യും. അതിനെ ഒരു എൻജോയ്മെന്റ് ത്രില്ലിലൂടെയൊക്കെ അപ്രോച്ച് ചെയ്യുക. അതിനിടയിൽ ഇടയ്ക്ക് നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, സങ്കടം വരും. ആൻഡ് ദാറ്റ്സ് ആൾസോ ഓക്കെ. ഇറ്റ്സ് ലൈക്ക് എ സാമ്പാർ. Everything is there. Life is like a sambar. Everything is there. You enjoy the sambar. അതിൽ എന്താ പറയുക, പുളിശ്ശേരി പ്രശ്നമായി അല്ലെ, ഓണമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ വെച്ചാൽ തോരൻ പ്രശ്നമായി എന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് അളവ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇത് കൂടിപ്പോയി, പഴത്തിന്റെ വലിപ്പം കൂടിപ്പോയി, അല്ലെങ്കിൽ അത് അങ്ങനെ ഓരോ സംഗതിക്ക് പ്രശ്നം, നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കുന്നതിന് പകരം യു ടേക്ക് ഇറ്റ്, യു എൻജോയ് ഇറ്റ്. ലൈഫ് ഈസ് ലൈക്ക് എ സാമ്പാർ. ഇറ്റ്സ് ലൈക്ക് ഓണസദ്യ. ഓക്കെ, ആ ഓണസദ്യ എന്ത് ചെയ്യുക? ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കുക. അതിലെല്ലാം ഉണ്ടാവും. അതിനെ ആസ്വദിക്കാൻ പറ്റുന്ന പരമാവധി ആസ്വദിക്കാം. ചിലപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തത് ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ആ രൂപത്തിൽ കാണുക കേട്ടോ. സോ എൻജോയ് ദ ജേർണി. താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ഇവിടെ കാണുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. ഞാനിങ്ങനെ അത്ഭുതപ്പെടും. യാ, പറഞ്ഞോളൂ. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം, പഴയ ഇഷ്ടത്തിലേക്ക് വരും. അപ്പോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു ഇഷ്ടക്കേട് തോന്നുമ്പോൾ അതിലേക്ക് വീണ്ടും കടക്കണോ, അതല്ലെങ്കിൽ അതിൽ പുറത്ത് കടക്കുന്നതാണ് നമുക്ക് ബെറ്റർ എന്നെങ്ങനെയാ മനസ്സിലാവുക? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രണ്ട് ചോയ്സ് ഉണ്ട് നമുക്ക്. ഒരു ചോയ്സ് എന്താ വെച്ചാൽ നമുക്ക് ഒരു ട്രാൻസിഷൻ നടത്താം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യാം. ട്രാൻസിഷൻ എന്ന് പറയുന്നത് പതിയെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നമ്മൾക്ക് അറിയാവുന്ന താല്പര്യമുള്ള മേഖലയിലേക്ക് പതിയെ അത് മാറാം. രണ്ടാമത്തത് ഒറ്റയടിക്ക് മാറാം. അപ്പൊ നിങ്ങളൊരു സാധനം തുടങ്ങി വെച്ച് അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നിർത്തിയ കാര്യമാണെങ്കിൽ പിന്നെ അത് തന്നെ വീണ്ടും തുടരുന്നില്ല, ഒറ്റയടിക്ക് തന്നെ പുതിയതിലേക്ക് പോകാം. പക്ഷേ നിങ്ങൾക്ക് വരുമാന മാർഗം, സംഗതികൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ അതും അവിടെ വേണം,
അല്ലെങ്കിൽ അത് പതിയെ ബിൽഡ് ചെയ്യണം. അത്രയും കാലം ഒരുപാട് പണം മുടക്കിയതാണ്, ഒരുപാട് സമയം ചെലവഴിച്ചതാണ്, ഒരുപാട് അറിവ് എനിക്ക് അതിലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം അതിൽ അത് ഒരു വർഷത്തോളമായിട്ട് അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഒരു ടീമിനൊക്കെ ബിൽഡ് ചെയ്ത്, ഗ്രൂപ്പ് ബിൽഡ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. സാർ പറഞ്ഞ പോലെ നല്ലൊരു ഇതാണ്. നമ്മുടെ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട്, നമുക്ക് അന്നേരം ഇഷ്ടത്തോടെ ചെയ്തതായിരുന്നു, നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു, മൂന്നുള്ള സംഗതി. അപ്പൊ അത് ഇഷ്ടത്തോടെ ചെയ്തത് തന്നെയാണ്. അപ്പൊ അതില് ഇഷ്ടക്കുറവില്ല. അപ്പൊ അതെ, പക്ഷെ പെട്ടെന്നത് എന്തോ ഒരു അല്ല, അപ്പൊ അതിന് വേറെ കുറെ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് പരിഹരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫുള്ളി. നിങ്ങൾ ഫുള്ളായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇല്ല. അതായത് കൊക്കിലൊതുങ്ങാത്തൊരു സാധനം കൊത്താൻ ശ്രമിച്ചു ഒറ്റയടിക്ക്. അത് പയ്യെ തിന്നാൽ പനയും തിന്നാറ സാധനമായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തു? ഒറ്റയടിക്ക് വിഴുങ്ങാൻ ശ്രമിച്ചു, തൊണ്ടയിൽ കുടുങ്ങി. ഒരു പന ഒറ്റയടിക്ക് വിഴുങ്ങാൻ ശ്രമിച്ചു. അപ്പൊ തിന്നേണ്ട രീതി ഉണ്ടായിരുന്നു, ആ രീതിയിൽ തിന്നാത്തതിന്റെ പ്രശ്നമല്ല, അത് നിങ്ങൾക്ക് അത് കഴിയാത്ത പ്രശ്നമായിരുന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റീസിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുമ്പോഴേ, നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഒരു സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈഗോ ഉള്ളിൽ നിന്ന് പുറത്തു ചാടും, നമ്മുടെ ഈ ട്രോമ ഉള്ള ആള് പുറത്തു ചാടും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഓവർ എക്സൈറ്റ്മെന്റിൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ജമ്പ് ചെയ്യും. ലൈക്ക് ഐ വാണ്ട് ടു ഡു ദാറ്റ്, ഐ വാണ്ട് ടു ഡു ദിസ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സ്ഥാപനം 4 പ്രാവശ്യം പൂട്ടിയിട്ടുണ്ട്. ഏത് എൻ്റെ ഈ മേഖലയിൽ ഞാൻ ലൈക്കിന് പലതവണ എന്താ വെച്ചാൽ, അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ ഇടയ്ക്ക് വന്ന് കയറും ഈ സാധനം. അപ്പം അത് നമ്മളെന്താ വെച്ചാൽ, പക്ഷെ യാത്ര തുടരണം, എൻജോയ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയാണ്, അതിൽ തന്നെ ചെറിയ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച്, ഓ ഞാൻ വലിയ സംഗതി നടത്തിയിരുന്ന ഒരാളാണ്, ഇതൊക്കെ മാറ്റിയിട്ട് ചെറിയ രീതിയിൽ തന്നെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കെങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് എനിക്ക് ചെയ്യാനുള്ള അറിവും കഴിവും ഒക്കെ ഇപ്പോഴും ഉണ്ട്, എനിക്ക് അന്നുണ്ടായിരുന്ന പോരായ്മ എന്താണോ ആ പോരായ്മയിലേക്ക് നല്ല അറിവുള്ള കഴിവുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക. എന്നിട്ട് സാവധാനം അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. പെട്ടെന്ന് ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യുന്നതിന് പകരം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതെങ്ങനെ പതിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും, അതും ഒരു ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് ട്രാൻസിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, വളരെ സ്ലോലി ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ചില സംഗതികളുണ്ട് ഗസ്ന, ഈ സംഗതികളെല്ലാം കറക്റ്റായിട്ട് നടക്കേണ്ടതായിരുന്നു, സംഭവിക്കേണ്ടതായിരുന്നു. അതിൽ നിന്ന് കിട്ടേണ്ട എന്തൊക്കെയോ അറിവുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോവുമായിരുന്നു, ഓക്കെ, ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോയി. അപ്പോഴാണ് നിങ്ങളുടെ സോളിന് ഒരു കാര്യം മനസ്സിലായി, പക്ഷേ ഗസ്ന ഈ സംഗതിയിൽ ചില കാര്യങ്ങൾ മറന്നിട്ടുണ്ടല്ലോ, അത് തിരിച്ചു പോയിട്ട് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ തിരിച്ചു വന്നിരിക്കുക, അതെടുത്തിട്ട് വീണ്ടും പോവാം. നമ്മൾ ഓരോ യാത്രയിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും. അത് മറക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും, എടുത്തിട്ട് വീട്ടിൽ പോകും. അതാണ് പരാജയങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ ഇസ്മായിൽക്ക. സാറേ, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു ഏതാണ് പ്രൊഫഷൻ, അതിൽ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ചില സമയത്ത് സ്റ്റക്ക് ആവും, അല്ലെ ബ്ലോക്ക് ആകുമ്പോൾ നമുക്കത് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തത്തില്ലേ? സ്റ്റിക്ക് ചെയ്യും, അതിന് വിട്ടുപോകാതെ കുറച്ച് സമയം സ്റ്റിക്ക് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് കുറച്ചേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ മനസ്സിലാക്കി കൂടുതൽ പവറിൽ മുന്നോട്ട് പോകാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് കളയാതെ നിൽക്കത്തില്ല സാറേ? അതാണ് ഞാൻ പറയുന്നത്. നമുക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ഷമയില്ലായ്മയായിരിക്കാം നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്കൊരു പണി അങ്ങ് കിട്ടുമ്പോൾ നമുക്ക് ക്ഷമ വരും, നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ എന്തേ ഇരിക്കുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓക്കേ, സ്റ്റാർട്ട് അഗെയിൻ, സ്റ്റാർട്ട് സ്മോൾ. ഞാൻ എന്തോരം വലിയ ടീമും കാര്യങ്ങളും സംഗതികളും വലിയ ലെവലിൽ ചെയ്തിരുന്ന ഒരാളാണ്. 100+ ടീമുള്ള ആളായിരുന്നു. Now I am building my small team. ഒന്നുമില്ലാത്ത കംപ്ലീറ്റ്ലി സീറോയിലേക്ക് പോയി. ഐ വാസ് ദ ഓൺലി വൺ. ഞാൻ ഒറ്റയിലേക്ക് 100 ചില്ലാനം ആൾക്കാരിൽ നിന്ന് ഒറ്റയടിക്ക് ഞാനെന്ന് പറയുന്ന സീറോയിലേക്ക് പോയി. എനിക്ക് ദൈവം കാണിച്ചു തന്നു, കം ഓൺ, യു സിറ്റ് ഹിയർ, നീ ഇവിടെ ഇരിക്കണം ഇപ്പോൾ, ഇരുന്നിട്ട് നീ ഒന്നിൽ നിന്ന് തുടങ്ങും. അങ്ങനെ അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ എല്ലാ ഈഗോയും മാറ്റി വെച്ചു. ഞാൻ എന്തോ വലിയ ട്രെയിനറാണ്, ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളാണ്, എത്രയോ ആൾക്കാർക്ക് ടീം ഉണ്ടായിരുന്നു, ഒക്കെ ശരി. Now go back and work hard, build it. ഞാൻ എന്നോട് സാർ പറഞ്ഞ ഒരു ഇതന്നെ സിറ്റുവേഷൻ ആണ്. നമുക്ക് ഒന്നെങ്കിൽ ടീമിനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹെഡിന്റെ കീഴിൽ നമ്മൾ ആ ടീമിന്റെ മെമ്പർ ആയിട്ട് നമുക്ക് നിൽക്കാം. അപ്പൊ ടീമിന്റെ മെമ്പറായി നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല.
ഈ ഒരു സംഗതിയാണ് എനിക്ക് ഇപ്പൊ ഒരു ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നത്. ഒരു ടീമിനെ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത്. അല്ല, ടീം ഉണ്ടാക്കുക, അതിനുള്ള ക്ലാസ്സുകളുണ്ട്, കോച്ചിങ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ പ്രയാസമല്ല. നമ്മൾക്ക് അതിനുള്ള കോച്ചിങ് ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്. ഗസ്ന പ്രോഗ്രാമിന് വന്നിരുന്നല്ലോ, ലൈക്ക് ആസിയ. റഷ്യൻ പ്രോഗ്രാമിന് വന്നിരുന്നു. ഇത് ആസിയാണോ അത്? ഓക്കെ, സോറി, ആ. ഐ എം സോറി. ഇല്ല. യാ, അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ ലൈക്ക് യു ജസ്റ്റ് കം ടു ദ പ്രോഗ്രാം. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ ടീം ബിൽഡിംഗ് നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയാണ്. ഞാൻ അങ്ങനെ ഒന്നും ഇല്ലായ്മയിൽ സീറോയിലേക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസം കൊണ്ട് ഞാൻ ടീമിലേക്ക് 7 പേരെ ടീം ഉണ്ടാക്കി. പിന്നെ അത് ഇപ്പം കൂടുതൽ ടീമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 15 പേരോളം ഉള്ള ടീമിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതങ്ങനെ പിന്നെയും ടീം അടുത്ത സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ 1.5-2 മാസം നമുക്ക് പെട്ടെന്ന് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ടീം ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിന്റെ ഒരു ഗെയിം മനസ്സിലാക്കും. നമുക്ക് പേടിയാണ് ടീം ബിൽഡ് ചെയ്യാൻ. പക്ഷെ ലൈക്ക് വരുമാന മാർഗം നമുക്കുണ്ടെങ്കിൽ സത്യമാണ്, ഒരു പേടി തന്നെയാണ്. അവരെ ഗൈഡ് ചെയ്യണല്ലോ, അവർക്ക് വേണ്ട അല്ല, പോലെ അവർക്ക് ഇത് പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ. കൊടുക്കണമല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങളെ ചിന്ത? എല്ലാം അല്ല, പേയ്മെന്റ് പേയ്മെന്റ് അല്ല, ഗൈഡ്. അവർക്ക് ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ അവര് വഴിയാധാരായി പോകല്ലോ, എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ. അല്ല, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണത്. നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. ഈഗോ മാറ്റി വെക്കുക, പണിയെടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ ഈ 100 പേര് എന്റെ ടീമാണ്. ആക്ച്വലി നിങ്ങൾക്കറിയോ, അത് നിങ്ങൾ എന്റെ ടീമാണ്. യു ആർ മൈ ടീം മെമ്പേഴ്സ്. ബിക്കോസ് എവറി ഡേ യു കം ഹിയർ, യു ലേൺ ഫ്രം മീ. ഐ എം റെഡി ടു ഗിവ് യു. കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് എപ്പോഴും ടീമുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് പുറത്ത് പറയൂലേ? പറയൂ. നിങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു 180 ആൾക്കാർ എന്നെ കുറിച്ച് സംസാരിക്കും. ദാറ്റ്സ് ഹൗ യു ബിക്കം മൈ ടീം. എന്റെ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇതും ഒരു എന്താ പറയാ, ഡയറക്ടർ ടീമല്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഗിവിങ് ഈസ് ദ വേ. കൊടുക്കാനുള്ള മനസ്സുണ്ടാവും, നന്മ ചെയ്യുക, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ദാറ്റ്സ് ഹൗ യു ബിൽഡ് ദ ടീം. ഒരാളിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് വേണ്ട സപ്പോർട്ട് വിത്തൗട്ട് ഗിവിങ് ദം സംതിങ്. അവർക്കൊന്നും കൊടുക്കാതെ ആ ഒരു മനസ്സുണ്ടായാൽ മതി. ഗോ ഔട്ട് ദർ, ഗിവ് പീപ്പിൾ. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് വേണ്ട വാല്യൂ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അത് കൊടുത്തുകൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓൾവേസ് ബി എ ഗിവർ. അതിനെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഈ ഇക്കിഗായിൽ നിന്നുകൊണ്ട് കൊടുക്കുമ്പോൾ എത്ര കൊടുത്താലും ഇക്കിഗായിലെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് അല്ല, അതങ്ങ് മുകളിൽ ഇരിക്കുന്നവന്റെ അക്കൗണ്ടാണ്. അവിടുന്ന് എത്ര കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഇൻഫൈനൈറ്റ് അക്കൗണ്ട്, അത് തീരൂല. അതിന്റെ ആവേശവും തീരൂല, ഇൻട്രസ്റ്റും തീരൂല, അറിവും തീരൂല. അതൊരു എന്താ പറയാ, അതൊരു വല്ലാത്ത ഇതാണത്. മനസ്സിലാവുന്നുണ്ട്? ആ സോഴ്സ് വേറെയാണ്. അപ്പൊ അത് നിങ്ങളുടെ പാഷനിൽ നിന്നിട്ട് നിങ്ങൾ ആ മനസ്സുണ്ടായാൽ മതി. ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പൊ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവുകളൊക്കെ നമുക്ക് ഇങ്ങനെ അറിവുകൾ കളക്ട് ചെയ്യുക, ആൾക്കാർക്ക് വിതരണം ചെയ്യാം. നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആവുക, നമുക്ക് കിട്ടുന്ന അറിവുകൾ കൊടുക്കാൻ തയ്യാറാവുക. അപ്പൊ ടീം ഉണ്ടാവും. ഹലോ, യെസ്, പറഞ്ഞോളൂ. ഞാൻ പല ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ അതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നീ ആദ്യം ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഷാബി ഇൻസ്പയർ, അത് ജസ്റ്റ് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ബാക്കിയുള്ള ഐഡിയകളൊക്കെ മനസ്സിലാവുന്നു. അതുവരെ ഒരാൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. 10 ആൾ പറഞ്ഞ ഒരാൾ വരെ അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറില്ല. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ സമയം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾ പറഞ്ഞു ഒഴിവാകാം. അതൊക്കെ ഒരാളെ മൈൻഡ് സെറ്റ്. അല്ല, അത് ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ദാറ്റ്സ് ഹൗ യു ബിക്കം മൈ ടീം മെമ്പേഴ്സ്. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളിപ്പോ എന്റെ ടീം മെമ്പേഴ്സ് ആയി മാറി. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ എന്നിലേക്ക് എന്ന് വെച്ചാൽ ആൾക്കാരോട് പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ എപ്പോഴും ഇതാണ്, ഇത് നിങ്ങൾ ആൾക്കാർ പറയും, അതിൽ കുറെ ആൾക്കാരെ കേൾക്കും, അത്യാവശ്യക്കാരെ കേൾക്കുന്നു. ആവശ്യക്കാർ കേട്ടാൽ മതി. അങ്ങനെ ആവശ്യക്കാരിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് ഇത് എത്തിക്കൊണ്ടേയിരിക്കും. സോ ദ മെസ്സേജ് വിൽ കണ്ടിന്യൂ, ദ ജേർണി വിൽ കണ്ടിന്യൂ. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ വെച്ചാൽ ദാറ്റ്സ് ഹൗ യു സെയിം പ്രോബ്ലം എനിക്ക് ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട്. ഓക്കെ, കമർച്ചാൽ ഡോൺ വറി. കോഴ്സിനെ കുറിച്ചിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086007780. ഈ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, ശരത്ത് ഒന്ന് ചെക്ക് ചെയ്യണം എന്തുകൊണ്ടാണ് കോഴ്സിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്പർ 8086007780. ഓക്കെ, നമ്മളുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ, നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ, പ്രത്യേകിച്ച് 20-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് EFT പ്രോഗ്രാമാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. എനിവേ, നമുക്ക് അടുത്തൊരു മീറ്റപ്പ് അധികം വൈകാതെ നമ്മൾ വയ്ക്കും. ആ മീറ്റപ്പിലേക്ക് വരണം. പ്ലസ് നമ്മളൊരു 2 days ക്യാമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു റിസോർട്ടിൽ വെച്ചിട്ട്. വി വിൽ ബി കണ്ടക്ടിങ് ദാറ്റ്. സോ കം ടു ദ പ്രോഗ്രാം, ഇറ്റ് വിൽ ബി an amazing experience. ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. സ്റ്റേ എക്സൈറ്റഡ്. എനിവേ, അപ്പൊ പറഞ്ഞതുപോലെ ഇന്ന് അടിപൊളി നല്ലൊരു ദിവസം. നിങ്ങൾ എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇന്നത്തെ 1 hour സെഷൻ അവസാനിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു.
കുറച്ച് വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് നേരം. ബട്ട് നൗ ഐ സോൾവ്ഡ് ഇറ്റ്. എനിവേ സീ യു ടുമോറോ. ഓക്കെ, നാളെ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഓക്കെ, ഇന്നും നിങ്ങൾക്ക് ഇക്കിഗായുടെ ഒരു അറിവൊക്കെ കിട്ടിയിട്ടുണ്ടോ വിചാരിക്കുന്നു. ഇല്ലെങ്കിലും നിങ്ങളെ കാണുന്നുണ്ട്. സാറിന് അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു സോ മച്ച്. യെസ്, പറഞ്ഞോളൂ. അഭിനന്ദനങ്ങൾ. എന്താണ് അഭിനന്ദനങ്ങൾ? എനിക്ക് മനസ്സിലായില്ല. സാറ് ഇത്രയും സമയം എല്ലാ ദിവസവും ഒരു മുടക്കം കൂടാതെ കമ്മിറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് വന്ന് എടുത്തിട്ട് ഞങ്ങൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും ഒരു വിഷയമല്ല. സാർ ഒരാളായാൽ പോലും എടുക്കാൻ തയ്യാറായി വരുന്ന ആ കമ്മിറ്റ്, അത്രയും ആ റെസ്പോൺസിബിലിറ്റി, അതിന് എത്ര നന്ദിയില്ല. ഞാൻ ഒരുപാട് ദിവസം ക്ലാസ് ഇല്ലാത്ത ദിവസം ഉണ്ട്, അന്നും ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ കയറി നോക്കിയാലും ക്ലാസ് ഉണ്ടാവും, സമയമല്ലെങ്കിലും ക്ലാസ് ഉണ്ടാവും. സാർ അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പൊ അത്രയ്ക്കും കമ്മിറ്റഡ് ആയ സാറ് വരുന്നതിന് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഒരു ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. നിങ്ങൾ വരാനുള്ള, നിങ്ങൾ കാണിക്കുമ്പോൾ, വിശ്വാസം കാണിക്കുമ്പോൾ നമുക്ക് വരല്ലാതെ വേറെ വഴിയില്ല. ദാറ്റ് ഈസ് ദ തിങ്. പിന്നെ ഇതൊരു ഡ്യൂട്ടിയാണ്, ഇതൊരു നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ്. ദാറ്റ്സ് ഇറ്റ്. വി ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് നമുക്ക് എന്ത് ഫീലിംഗ് ആണെങ്കിലും യു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. Sometimes you feel great, sometimes not great. You just get up and do it. ഇങ്ങനെ പറയാം: wake up, get up, dress up, show up and fight for your dream. എന്താണ്? wake up, get up, dress up, show up and fight for your dreams. നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുക, എണീക്കുക, ഒരുങ്ങുക, ജോലി സ്ഥലത്ത് എത്തിച്ചേരുക, then യുദ്ധം തുടങ്ങുക. That's it. All right. Have a great day. Thank you so much. See you tomorrow. Bye. Take care. Thank you, sir. Thank you so much. Thank you so much. Thank you so much. Thank Have a you, good sir. night. Thank you, guys. Thank you, sir. Thank you. You're welcome. Thank you. Thank you, everyone. Thank you. Thank you. Thanks.